കുവൈറ്റിൽ മംഗഫിലുണ്ടായ തീപിടുത്തത്തിൽ 14 മലയാളികൾ ഉൾപ്പെടെ 49 പേർക്കാണ് ദാരുണാന്ത്യം. അതിൽ 43 പേർ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരിൽ 14 പേർ മലയാളികളാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ മരിച്ച മലയാളികളെ തിരിച്ചറിഞ്ഞു. കാസർഗോഡ് സ്വദേശികളായ കേളു പൊന്മലേരി, രഞ്ജിത്ത്, കോട്ടയം സ്വദേശികളായ സ്റ്റെഫിൻ എബ്രഹാം, ശ്രീഹരി പ്രദീപ്, പത്തനംതിട്ട സ്വദേശികളായ സജു വർഗീസ്, PV മുരളീധരൻ, ആകാശ് എസ് നായർ, തോമസ് ഉമ്മൻ, കൊല്ലം സ്വദേശികളായ ലൂക്കോസ്, സാജൻ ജോർജ്, ഷമീർ, കണ്ണൂർ സ്വദേശി വിശ്വാസ് കിഷൻ, മലപ്പുറം സ്വദേശി നൂഹ്, MP ബാഹുലേൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന അല്പസമയത്തിനുള്ളിൽ നടത്തും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് ഉടൻ എത്തിക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. കുവൈറ്റ് ദുരന്തത്തെ തുടർന്ന് ലോക കേരള സഭയുടെ ഉദ്ഘാടനം ഒഴിവാക്കിയിട്ടുണ്ട്. സാഹചര്യം ചർച്ച ചെയ്യാൻ ഇന്ന് അടിയന്തര മന്ത്രിസഭായോഗം അല്പസമയത്തിനുള്ളിൽ ചേരും. ഡെസ്കിൽ നിന്നും S രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. S രഞ്ജിത്ത്, മരണസംഖ്യ ഉയരുന്നു എന്നതാണ് നമ്മളിൽ ആശങ്കയുണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 14 മലയാളികളുടെ മരണമാണോ സ്ഥിരീകരിച്ചിരിക്കുന്നത്? തീർച്ചയായും ആശങ്ക ഉയർത്തിക്കൊണ്ട് ഈ മരണസംഖ്യ ഉയരുകയാണ് ഓരോ മണിക്കൂറുകളിലും. ഇപ്പോൾ ഇന്ന് 4 പേരുടെ മരണമാണ്, ഇപ്പോൾ 4 മലയാളികളുടെ മരണമാണ് ഇന്ന് പുതിയതായി സ്ഥിരീകരിച്ചത്. അതിൽ തിരുവല്ല മേപ്ര സ്വദേശി തോമസ് ഉമ്മൻ്റെ മരണം ഇന്ന് രാവിലെയോടുകൂടിയാണ്, ഏകദേശം ഒരു 7 മണിയോടുകൂടിയാണ് സ്ഥിരീകരിച്ചത്. അതിന് പിന്നാലെ കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. അതിന് പിന്നാലെ തിരൂർ കൂട്ടായി സ്വദേശി നൂഹ്, 40 വയസ്സുള്ള നൂഹ് മരിച്ചു എന്നുള്ള വിവരവും അല്പസമയം മുമ്പ് പുറത്തു വന്നു. ഏറ്റവും ഒടുവിൽ പുറത്ത് വന്നിരിക്കുന്ന മരണം, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന മരണം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപിൻ്റെ മരണമാണ് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ന് 4 മലയാളികളുടെ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി പ്രദീപ്, ശ്രീഹരി പ്രദീപിന് 27 വയസ്സാണ് ഉള്ളത്. ഈ മരണമാണ് ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമായ കണക്കുകൾ പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ 4 പേരാണ് മരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കൊല്ലം ജില്ലയിൽ 3 പേർ മരിച്ചിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ 2, കോട്ടയം ജില്ലയിൽ 2 പേരും മരിച്ചിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ 1 മലപ്പുറം ജില്ലയിൽ 2 പേരും മരിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കണക്ക്. അതായത് 14 മലയാളികളുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ 9 മലയാളികളുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. അതായത് 11 മലയാളികളുടെ മരണം ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. അതിൽ 9 പേരെയാണ് ഇന്നലെ തിരിച്ചറിഞ്ഞിരുന്നത്. ഇപ്പോൾ ഇന്ന് 2 പേരെ, ഈ ബാക്കിയുള്ള 2 പേരെ ഇന്ന് രാവിലെയോടുകൂടി തിരിച്ചറിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റ് 3 പേരുടെ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അങ്ങനെ 14 മലയാളികൾ മരിച്ചു എന്ന വിവരം പുറത്തു വരികയാണ്. അതായത് 43 ഇന്ത്യക്കാരാണ് ഈ കെട്ടിടത്തിൽ, താമസ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിന് ഇരയായി മരിച്ചത്. ഇതിൽ 43 ഇന്ത്യക്കാർ എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളത്. അതിലാണ് 14 മലയാളികൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ ഇന്ത്യക്കാർ, ബാക്കിയുള്ള ഇന്ത്യക്കാർ ഏത് സംസ്ഥാനക്കാരാണ് എന്നതിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ആവശ്യമായി വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ മലയാളികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. ഓക്കെ, രഞ്ജിത്ത് പറഞ്ഞതുപോലെ 14 പേരിൽ പത്തനംതിട്ടയിൽ നിന്ന് 4 പേരും, കൊല്ലത്ത് നിന്ന് 3 പേരും, കാസർഗോഡ് 2, കോട്ടയത്ത് നിന്ന് 2, കണ്ണൂരിൽ 1, മലപ്പുറം 2 എന്നിങ്ങനെയാണ് ഇതുവരെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന മലയാളികളുടെ മരണവിവരങ്ങൾ. വിവിധ ജില്ലകൾ തിരിച്ചു നോക്കിയാൽ പത്തനംതിട്ടയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കുവൈറ്റിലെ അഗ്നിബാധയിൽ ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. 4 പേർ. കൊല്ലത്ത് നിന്നും 3 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. കാസർഗോഡ് നിന്നുള്ള 2 പേർ, കോട്ടയത്ത് നിന്നുള്ള 2 പേർ, മലപ്പുറത്ത് നിന്നുള്ള 2 പേർ, കണ്ണൂരിൽ നിന്ന് 1 എന്നിങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ മലയാളികളുടെ മരണവാർത്ത എത്തുമ്പോഴുള്ള കണക്കുകൾ.